പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നതിന്, അവിടെ നമ്മളോട് സംസാരിക്കുന്നതിന്, വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും ചിന്തകളിലേക്കൊക്കെ ഓരോ ദിവസവും നമുക്ക് ഈശോ പുതിയ പുതിയ വാതിലുകളൊക്കെ തുറന്നു തരുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വചനം ഓരോ ദിവസം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തോടെ ഇണങ്ങി വിശുദ്ധിയിൽ, സമാധാനത്തിൽ, കർത്താവ് നൽകുന്ന സന്തോഷത്തിലും ഐശ്വര്യത്തിലും ഒക്കെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം വചനത്തിൻ്റെ ധ്യാനത്തിലേക്ക്, ചിന്തകളിലേക്ക് അടക്കാം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വാക്കിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. കർത്താവിൻ്റെ വചനം ഇന്നത്തെ മുഴുവൻ കർത്താവ് സംസാരിച്ച കാര്യങ്ങളാണ്. പ്രവാചകന്മാരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, ഓരോ വ്യക്തികളുടെ സംഭവങ്ങളിലൂടെയൊക്കെ കർത്താവ് തൻ്റെ ഹിതം, കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ചില ആശയങ്ങൾ, കർത്താവ് തൻ്റെ ചില ശാസനകൾ എല്ലാം തൻ്റെ ജനത്തോട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ പുസ്തകം മുഴുവൻ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെക്കുറിച്ച് തന്നെ, അതായത് വചനവായന, വചനത്തിൻ്റെ ധ്യാനത്തെക്കുറിച്ചൊക്കെ തന്നെ ഒത്തിരി ആഴത്തിൽ എഴുതി വച്ചിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം, സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ സങ്കീർത്തനം 119 സങ്കീർത്തനം. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വചനം. ആ വചനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ 119 സങ്കീർത്തനം. 176 വാക്യങ്ങളാണ് ഈ അധ്യായം മുഴുവൻ. എല്ലാം കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച്, അത് അനുശാസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അത് ധ്യാനിക്കേണ്ടതിനെക്കുറിച്ച്, വിശ്വസിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്ന സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് തുടങ്ങാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം ഇങ്ങനെയാണ്: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നല്ലേ, ഈശോയും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം, പാപങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മൾ ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് പുറത്തോട്ട് വരുമ്പം നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ട്: ഈശോയെ, ഇനി ഒരിക്കലും തന്നെ ഞാൻ വേദനിപ്പിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ ഈ പാപം ചെയ്യില്ലെന്ന്. പക്ഷെ നമുക്ക് പാപസാഹചര്യങ്ങളുണ്ടല്ലോ, പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ. എങ്ങനെ വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും? ഇത്രയും പ്രലോഭനങ്ങളുള്ള ഒരു ലോകത്തിൽ, ഇത്രയും സാത്താൻ ഇത്രയും ശക്തമായിട്ട് പിടിമുറുക്കിയ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും? സങ്കീർത്തനത്തിന് ഒരു വഴി പറഞ്ഞു തരികയാണ്. 11 വാക്യം: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ വചനം ധ്യാനിക്കുന്നു, വചനം പഠിക്കുന്നു, ആ വചനത്തിൽ വിശ്വസിക്കുന്നു, ആ വചനം പറയുന്നു, പ്രഘോഷിക്കുന്നു. അങ്ങനെ ഒരാളെ, സദാസമയവും കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന ഒരാളെ തൊടാൻ പിശാചിനാവില്ല. തിന്മയെ ചെറുക്കാനുള്ളൊരു ശക്തി, പ്രലോഭനത്തെ തോൽപ്പിക്കാനുള്ളൊരു ശക്തി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാം. അപ്പോൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശക്തി ഇതാണ്: പ്രലോഭകനെ ചെറുക്കാം, പാപത്തെ ചെറുക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, ദൈവവുമായിട്ട് അനുരഞ്ജനത്തിൽ, സമാധാനത്തിലായിരിക്കാം. അതൊരു അനുഗ്രഹമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട അനുഗ്രഹമായിട്ട് സങ്കീർത്തകൻ പണിച്ചിരുന്നത് 47 വാക്യമാണ്: അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന നമ്മൾ, വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന, ധ്യാനങ്ങളൊക്കെ കൂടുന്ന നമ്മളോട് കർത്താവ് ഈ സങ്കീർത്തനത്തിലൂടെ പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മുടെ ആനന്ദമായിരിക്കണം കർത്താവിൻ്റെ വചനം. നമുക്കിപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളൊത്തിരി സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളെ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടല്ലോ. കുറേ നാൾ കൂടിയിട്ട് ഒരു സുഹൃത്ത് നിങ്ങളെ ഫോണിൽ വിളിക്കുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. ഈ വാക്ക് ആനന്ദം തരുന്നുണ്ടല്ലേ. നിങ്ങളുടെ കൂട്ടുകാരി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ, ചിലപ്പോൾ ഒരു പക്ഷേ കുറേ നാളായിട്ട് പിണങ്ങി നിന്ന ഒരാൾ, മിണ്ടാതെ തരുന്ന ഒരാൾ, പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് റിക്കൺസൈൽ ആവുന്നു, സംസാരിക്കുന്നു, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. വാക്ക് നമ്മളെ ആനന്ദിപ്പിക്കും. അപ്പോൾ ഈശോയുടെ വാക്ക്, കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി എന്ന് ഓർത്ത് നോക്കി. അതാണ് 47 വാക്യം: അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോഴും സങ്കീർത്തനം ഏകദേശം ഇതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. 174 വാക്യം, സങ്കീർത്തനം 119 അതിൻ്റെ 174: കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു, അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. എന്നുവെച്ചാൽ എന്നെ സന്തോഷിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ ഈ വചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥ വായന എന്നെ ആനന്ദിപ്പിക്കുന്നു. നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റണം. എല്ലാ ദിവസവും വചനം വായിക്കുന്ന നമുക്ക് ഈശോയുടെ വചനത്തോടൊരു സ്നേഹം, ആ വചനം നൽകുന്ന ആനന്ദം, ആ ആനന്ദം ഈശോ ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, 16-ാമത്തെ അധ്യായത്തിൽ: ഞാൻ നിങ്ങളെ വീണ്ടും കാണും. അപ്പം നിങ്ങളുടെ ദുഃഖമൊക്കെ സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം ആർക്കും നിങ്ങളിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ലെന്ന്. അതായത് ഈ എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സന്തോഷത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആനന്ദം. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറത്തൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ നമുക്ക് തോന്നുകയാണ്. ഈശോയെ കാണുമ്പോൾ, ഈശോ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം നിറയാണ്. ഈശോ തരുന്നൊരു സന്തോഷം, ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സന്തോഷം. എന്താ വെച്ചാൽ ഒരു ആനന്ദമായിട്ട്, അത് എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ഉള്ളിങ്ങനെ
തണുത്തുകൊണ്ടിരിക്കും, നമ്മുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്തൊരു സന്തോഷം, ആനന്ദം എന്ന് വിളിക്കുന്ന ഒരു അനുഭൂതി നമുക്ക് കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകും. 119 സങ്കീർത്തനത്തിൽ തന്നെ 70 വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കും, അവരുടെ ഹൃദയം മരവിച്ചു പോയി, എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു. എന്ന് വെച്ചാൽ ആനന്ദമുള്ള ഒരു ഹൃദയത്തെ തളർത്താൻ പറ്റില്ല. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തവരെ, വചനം വായിക്കാത്തവരെ, വചനം വിശ്വസിക്കാത്തവരെ, ഈശോയുടെ വാക്ക് കേൾക്കാൻ നിന്നു കൊടുക്കാത്തവർ തളർന്നു പോകുന്നുണ്ട്, മന്ദീഭവിച്ചു പോകുന്നുണ്ട്, ജീവിതം നിരാശയിലേക്ക്, പ്രത്യാശയില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ കൂപ്പുകുത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ കർത്താവെ ഞാൻ എഴുന്നേക്കും. കാരണം എന്താണ്? അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകൻ അത് പറഞ്ഞു തരിക മാത്രമല്ല, നമ്മളെ അതിലേക്ക് സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുകയും കൂടെ ചെയ്യാണ്. നിങ്ങളുടെ ആനന്ദം ഈശോയുടെ വാക്കായിരിക്കണം, കർത്താവിൻ്റെ വചനമായിരിക്കണം. 71 വാക്യം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വാക്ക് എന്തിനേക്കാൾ വിലയുള്ളത് അതാണ്. പത്രോസ്ലീഹായൊക്കെ ഈ വാക്ക്, ഈ നാമം, കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പസ്തോലപ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൽ ഒരു കാലിന് മേലാത്ത കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് പത്രോസ്ലീഹ ഇങ്ങനെ പറയണേ, എൻ്റെ കയ്യിൽ സ്വർണവും വെള്ളിയൊന്നും ഇല്ല, എൻ്റെ കയ്യിലുള്ളത് വിലയേറിയ ഒന്നാണ്. എന്ത്? ഈശോ, ഈശോയുടെ നാമം, ഈശോ എന്ന വാക്ക്. ആ നാമത്തിൽ ഞാൻ നിന്നോട് പറയുകയാണ്, നീ എഴുന്നേക്കാൻ. അവൻ എഴുന്നേറ്റു, നടന്നു, ചാടിത്തുള്ളി, ദൈവത്തെ മഹത്വപ്പെടുത്തി ദേവാലയത്തിൽ പ്രവേശിക്കാൻ. പത്രോസ്ലീഹ പിന്നെ സാക്ഷ്യപ്പെടുന്നുണ്ട്, ഇവനെ സൗഖ്യപ്പെടുത്തിയത് ഞാനല്ല, ഈശോയാണ്, ഈശോ എന്ന നാമമാണ്, ആ വാക്ക്, ദ വേർഡ്. അപ്പോൾ നമുക്ക് ഈ സങ്കീർത്തനം പറയുന്നത് ചേർത്ത് ചിന്തിക്കണം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ കർത്താവേ അങ്ങ് സംസാരിക്കുന്നത്, അങ്ങയുടെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക്, അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ വചനം, നിയമം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന്. മറ്റു ആരുടെ, ലോകത്തിലെ ആരുടെ വാക്കിനേക്കാൾ, ലോകത്തിലെ ആരുടെ എൻകറേജ്മെൻറ്റിനേക്കാൾ, ലോകത്തിലെ ആരുടെ സ്നേഹ സംഭാഷണങ്ങളെക്കാൾ എനിക്കേറ്റവും ഇഷ്ടം, എനിക്കേറ്റവും ആനന്ദം എൻ്റെ ഈശോയുടെ വാക്കാണ്, ഈശോയുടെ സംസാരമാണ്, ഈശോയുടെ വചനമാണെന്ന് പറയുന്ന ഒരാളെ പിന്നെ തളർത്തിക്കളയാൻ ആർക്ക് പറ്റും? ഒന്നിനും പറ്റില്ല. കാരണം അവിടെ നമ്മളൊരു സ്നേഹം തിരിച്ചറിയാണ്. നമ്മൾ ശരിക്കും സ്നേഹമുള്ളവരോടാണല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹമാണ് നമ്മൾ അറിയുന്നത്. ഈശോ ഓരോ തവണ സംസാരിക്കുമ്പോഴും ഈശോയുടെ സ്നേഹമാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ പൗലോസ്ലീഹയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ, നമ്മളെ ഈ സ്നേഹത്തിൽ നിന്നൊക്കെ ആർക്ക് വേർപെടുത്താൻ പറ്റും? വാളിനോ, കാരാഗൃഹത്തിലോ, സങ്കടങ്ങൾക്കോ, ജയിലറകൾക്കോ, പീഡനങ്ങൾക്കോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ അകറ്റി എടുത്തു മാറ്റാൻ പറ്റില്ലെന്നാണ് പൗലോസ്ലീഹ പറയാം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വാക്ക്, ഈശോ സംസാരിക്കുന്നു, അതായത് ഈശോ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈശോയുടെ ഈ വാക്കിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ ആർക്ക് പറ്റും? കാരണം എൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഇതാണല്ലോ. ലോകത്തിൻ്റെ വാക്കുകളോ എൻകറേജ്മെൻറ്റുകളോ കൂടെ നിൽക്കാമെന്ന് പറയുന്ന വെറും വാഗ്ദാനങ്ങളോ പാഴ്വാക്കുകളോ അല്ല. ഈശോയുടെ ഈ വാക്ക്, ദൈവത്തിൻ്റെ നിയമം, കർത്താവിൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ഈ വചനമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ വചന ശുശ്രൂഷയിലും ആ ആനന്ദമാണ് അറിയുന്നത്. അതിനെയാണ് കൂടുതൽ നമ്മൾ അറിയാൻ പരിശ്രമിക്കുന്നത്, സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നത്, അത് പഠിക്കാൻ പരിശ്രമിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 73 വാക്യം ഒരു പ്രാർത്ഥനയാണ്, അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി, അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. അതൊരു വലിയ പ്രാർത്ഥനയായിരിക്കണം അല്ലേ? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ വായിച്ചു പോകാം, നമുക്ക് ഇംഗ്ലീഷോ മലയാളമോ ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ലാംഗ്വേജിലൊക്കെ ഇത് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കും. അല്പസമയം ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, നമുക്ക് ഒരു സ്നേഹമില്ലാണ്ട് വേണം ഇത് വായിച്ചു തീർക്കാം. പക്ഷേ ഇതിനകത്തെ ജ്ഞാനം, ഇതിനകത്തെ അറിവ്, ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ, അതൊരു മനുഷ്യൻ, ഒരു പ്രവാചകനോ, ഒരു ന്യായാധിപനോ, ഒരു അപ്പസ്തോലനോ പറഞ്ഞതല്ല, ദൈവം സംസാരിച്ചതാണ് ഇവരിലൂടെ. അപ്പോൾ ഇത് ഒരു വെറും എഴുതി വെച്ച വാക്കുകളല്ല, ഇതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചാലിച്ചു വെച്ചിരിക്കുന്ന ചില എഴുത്തുകളാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയും കൂടെ വേണം. അപ്പോൾ അതാണ് സങ്കീർത്തനം പ്രാർത്ഥന, കർത്താവേ ഇത് മനസ്സിലാക്കാനുള്ള അറിവ് എനിക്ക് നൽകണേ. യാക്കോബ് സ്ലേഹ ഇങ്ങനെ സുന്ദരമായിട്ട് പറയുന്നില്ലേ, 1-ാമത്തെ അധ്യായം 5-ാം വാക്യം, യാക്കോബ് സ്ലേഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ കർത്താവിനോട് ചോദിക്കട്ടെ, അവർക്കത് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ്. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇത് കാണുന്നുണ്ട്. നമുക്ക് ഈ സങ്കീർത്തനം 119 തിരിച്ചു വരാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായം, സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സോളമൻ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവെ, അങ്ങ് പരിശുദ്ധാത്മാവിനെയും അങ്ങയുടെ ജ്ഞാനത്തെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? 9-ാം അധ്യായം ജ്ഞാനം 9 അതിൻ്റെ 17 അങ്ങയുടെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അങ്ങ് ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഈ സ്നേഹം, അങ്ങയുടെ ഹിതം ഒക്കെ ആരറിയും? അപ്പം അങ്ങയുടെ ഹിതം മനസ്സിലാക്കാൻ, അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയാൻ എന്നെ സഹായിക്കണം ഈ ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനം ലഭിക്കുന്ന എവിടെയാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലാണ്.
ആ വിശുദ്ധ ഗ്രന്ഥ വായനയിലാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടുന്നത്. ആ ജ്ഞാനം സിദ്ധിച്ചവൻ കർത്താവിൻ്റെ സൗഹൃദം തേടുന്നു, അവനെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണേ എന്ന് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ആ ജ്ഞാനം ലഭിക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗത്തോട് ചേർത്ത് തിരിച്ചാൽ മതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് ചിന്തിക്കുമ്പോഴേ, വചനം വായിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. ആ വചനം വായിക്കുമ്പോഴേക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. കർത്താവിൻ്റെ വാക്കാണ് എനിക്ക് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അമൂല്യമായതെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കർത്താവിൻ്റെ ഈ വചനത്തോടൊരാർത്തി, ഒരു അഭിനിവേശം, തീവ്ര അഭിലാഷം നമ്മൾ കാണിക്കുമ്പോൾ എന്താ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്? അവിടുന്ന് ജ്ഞാനം നൽകും. അപ്പോൾ സോളമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കൂടി ഒന്ന് ചേർത്ത് ചിന്തിച്ചേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അയച്ചില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ, ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഓരോ കൂദാശയിലും പരിശുദ്ധാത്മാവിൻ്റെ കിരണങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും തെളിയുന്നുണ്ട്. അങ്ങനെ നിറയുമ്പോൾ, വചനവായനയിൽ നമുക്ക് കർത്താവിൻ്റെ ജ്ഞാനം നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ജ്ഞാനവും ലഭിച്ച നമുക്ക് കർത്താവിൻ്റെ ഹിതം അറിയാൻ പറ്റും, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ പറ്റും, തെറ്റുകൾ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരു ആഹ്വാനം കിടപ്പുണ്ട്. 12-ാം വാക്യം, 6-ാം അധ്യായം 12-ാം വാക്യം, തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്നവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. എന്ന് വെച്ചാൽ വചനം വായിക്കുക, രാവിലെ എഴുന്നേറ്റമാണ് കർത്താവിൻ്റെ വചനത്തിലേക്ക്, അതിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക, മറ്റൊന്നും ചെയ്യുന്നതിന് മുമ്പ്. അത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. രാവിലെ എഴുന്നേറ്റ് വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു നോക്കുന്നതല്ല, രാവിലെ എന്താണ് പത്രത്തിലെ ആദ്യത്തെ വാർത്ത നോക്കുകയല്ല, അത് കണ്ട് അസ്വസ്ഥപ്പെടുകയല്ല. എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? ഈശോയുടെ വചനം. അത് ധ്യാനിക്കുക. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ട് കുറച്ച് സമയം പേഴ്സണലായിട്ടിരുന്ന് കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ജോലിക്കൊക്കെ ഇറങ്ങുമ്പോഴോ അല്ല കോളേജിലേക്കൊക്കെ പോകുമ്പോഴോ പെട്ടെന്ന് സുവിശേഷപ്പെട്ടി എടുത്ത് ഒരു വചനം നല്ലതായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ പോവല്ല. അങ്ങനെ അതല്ലല്ലോ നമ്മൾ, അതൊരു ബൈപ്പാസിങ് ആക്ടിവിറ്റി ആയി പോവല്ലേ. ഈശോയുടെ അടുത്തിരിക്കുക, എന്നിട്ട് അവൻ പറയുന്നത് കേൾക്കുക. അത് കേട്ട എഴുത്തുകളാണ് ഈ കാണുന്നത്. അതിലൊരു ആനന്ദം കണ്ടെത്തുക. അത് നമ്മുടെ പ്രയോറിറ്റി, എൻ്റെ ലൈഫിലെ, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണെന്ന് തീരുമാനിച്ചിറങ്ങ്. ജ്ഞാനം ലഭിക്കും, പരിശുദ്ധാത്മാവിന് ലഭിക്കും. അങ്ങനെ ജ്ഞാനവും പരിശുദ്ധാത്മാവും ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം അറിയാൻ പറ്റും. നീ എന്ത് ചെയ്യണം, ആർക്ക് കൈ കൊടുക്കണം, ആരോട് സൗഹൃദം വേണം, എന്ത് ജോലിക്ക് വേണം, ഏത് രാജ്യത്തേക്ക് പോകണം, എന്ത് ശുശ്രൂഷ ചെയ്യണം, കർത്താവ് സംസാരിച്ചോളൂന്നേ. ജ്ഞാനം ലഭിക്കുക. അങ്ങനെ ജ്ഞാനം ലഭിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നൊരു ഉറപ്പ് നൽകുന്നൊരു വചനം കൂടെയാണ് 7-ാമത്തെ അധ്യായം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ദേ ബിക്കം ഫ്രണ്ട്സ് വിത്ത് ഗാഡ്. കിട്ടുന്നുണ്ടോ? അത് ഈ ജ്ഞാനം കിട്ടിയാൽ, അതായത് വചനം വായിക്കുന്നു, ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറുന്നു. 7-ാമത്തെ അധ്യായത്തിൽ തന്നെ 27-28 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അധീനയാവാതെ അവൾ സർവവും നവീകരിക്കുന്നു, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. വചനവായനയുടെ ഒരു അനുഗ്രഹം കണ്ടോ? ദൈവവചനം വായിക്കുമ്പോൾ, ജ്ഞാനം ലഭിക്കുമ്പോൾ ഈശോയുടെ സൗഹൃദം നേടുന്നു, ദൈവമിത്രങ്ങളാകുന്നു, കൂട്ടുകാരാകുന്നു. ആ വാക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് തരികയാണ്. 28-ാം വാക്യം, ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചവരെ, ഒരു ലൈബ്രറി സ്വന്തമാക്കിയവരെ, ഡോക്ടറേറ്റ് നേടിയവരെ സ്നേഹിക്കുന്നു എന്നാണ്? അല്ല. ആ അറിവിനെ അതിശയിക്കുന്ന, ഈശോയുടെ സ്നേഹം നിറഞ്ഞുമ്പോൾ ആ അറിവിനെ അതിശയിക്കുന്ന ഒരു ജ്ഞാനം നിറയുന്നുണ്ട്. ആ ജ്ഞാനം സിദ്ധിച്ചവരെ ദൈവം ഒത്തിരിയധികം എല്ലാത്തിനും അപ്പുറമായിട്ട് സ്നേഹിക്കുന്നതാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്തോരം പ്രധാനപ്പെട്ടാന്ന് ചിന്തിക്കുക. കർത്താവിൻ്റെ വചനം വായിക്കുന്നത്, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴാണ് ആ സ്നേഹം നിറയുന്നതൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ബൈപ്പാസ് ചെയ്ത് കളയാൻ പറ്റുമോ? നമുക്ക് കർത്താവിൻ്റെ വചന ശുശ്രൂഷയൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും. ഓർത്ത് വയ്ക്കും, നമ്മൾ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ എന്തോരം വീഡിയോസ് നമ്മൾ കാണുന്നു. ട്രോൾ വീഡിയോസ് കാണുന്നു, സിനിമ റിവ്യൂസ് കാണുന്നു, ഓരോ കുക്കിംഗ് വീഡിയോസ് കാണുന്നു. ഇതിനുണ്ട് മണിക്കൂറുകളാണ് നമ്മൾ കളയുന്നത് അല്ലേ, സ്പെൻഡ് ചെയ്യാണ്. ഇത് കൊള്ളാം, കാരണം ഇത് പഠിച്ചാൽ എനിക്ക് നല്ല രുചിയുള്ള ഫുഡ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ഒരു സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ഒരു പുസ്തകത്തെക്കുറിച്ച് അറിയാം, വാർത്താ വിശകലനങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അറിവ് നമുക്ക് ലഭിക്കാം. യെസ്, അറിവ് കിട്ടുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങളൊരു വാഹനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 100 റിവ്യൂസ് കാണുകയാണ് ആ വാഹനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രോസ് കോൺസ്, അതിൻ്റെ കുറവുകൾ, അതിൻ്റെ ഉപകാരങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾ കേട്ടറിയുന്നു, സ്പെൻഡ് ചെയ്യണം മണിക്കൂറുകൾ. കാരണം നമുക്ക് പ്രയോറിറ്റി എന്താണ്? ഈ സിനിമ,
ഇല്ലെങ്കിൽ ഈ വാഹനം, ഈ ഫുഡ്, ഈ സ്ഥലത്തേക്കുള്ള ട്രാവൽ വ്ളോഗുകൾ, ഇതിനൊക്കെ നമുക്ക് സമയം ഈശോ തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്ന് ഈശോ പറഞ്ഞില്ല, പൊക്കോ. പക്ഷേ ആരുടെ കൂടെ പോവുക? ഈശോയുടെ കൂടെ പോവുക. അപ്പം അതിനു മുമ്പ് നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? ഏറ്റവും മുകളിൽ ഈശോയുടെ വചനം ധ്യാനിക്കുക, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. ഇതൊരു പ്രയോറിറ്റി. ഇതാണ് എൻ്റെ ആനന്ദം എന്ന് പറയുന്ന ഒരാളെ ഈശോ അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ആനന്ദം. ഈ യാത്ര എനിക്കിഷ്ടമാണ്, സിനിമ കാണുന്ന ഇഷ്ടമാണ്, വണ്ടി ഓടിക്കുന്ന ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്, സിനിമ കാണുന്ന ഇഷ്ടമാണ്. യെസ്, പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ആനന്ദം നൽകുന്നത് എന്താണ്? ഈശോയുടെ കൂടെ ഇരിക്കുന്ന, ഈശോയുടെ വചനം ധ്യാനിക്കുന്ന ആ സമയമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുമ്പോൾ ഈശോയുടെ സൗഹൃദം നേടുന്നു. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഈശോയുടെ സൗഹൃദമാണോ കിട്ടുന്നത്? ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നൊരു സന്തോഷമാണ്. യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലം നൽകുന്നൊരു സന്തോഷം, ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം. പക്ഷേ ദർ ഇസ് സംതിങ് ഡിഫറൻറ്റ്. സന്തോഷവും ആനന്ദവും. സന്തോഷം പോകും. ഈ വണ്ടി പഞ്ചറാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ടെൻഷനാവും. ഈ സിനിമ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, നിങ്ങളുടെ റിവ്യൂവിൽ പറഞ്ഞ പോലെ അല്ല ഈ സിനിമ. നിങ്ങളുടെ സങ്കടമാവും. നിങ്ങളുടെ പൈസ 150 രൂപ പോയല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിച്ചപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ കണ്ടു, പക്ഷേ വന്നപ്പോൾ സാധനം കരിഞ്ഞു പോയി, നിങ്ങളുടെ സന്തോഷം പോയി. പക്ഷേ ഈശോ തരുന്നത് ആനന്ദമാണ്. അത് എന്ത് സംഭവിച്ചാലും, കറി കരിഞ്ഞു പോയാലും, റോഡിൽ ടയർ പഞ്ചറായാലും, യാത്ര പ്രതീക്ഷിച്ചടുത്ത് ഡെസ്റ്റിനേഷൻ അത്ര സൗന്ദര്യമുള്ളതല്ലായിരുന്നെങ്കിലും ഈശോ നൽകുന്ന ആനന്ദമാണോ? എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിലാണ് ആനന്ദിരിക്കുക. കാരണം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, അകത്തുനിന്നാണ്. ഉള്ളിൽ ഈശോയുടെ വചനം, അതാണ് നമ്മുടെ ആനന്ദം. ആ ആനന്ദം നമ്മുടെ സഹനങ്ങൾ വന്നാലും, നമുക്ക് സന്തോഷക്കുറവ് വന്നാലും, എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് ആ പുഞ്ചിരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഒരു പുഞ്ചിരി വിടർന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനമായിരിക്കണം നമ്മുടെ ആനന്ദം. അങ്ങനെ ആനന്ദം കണ്ടെത്തിയ മനുഷ്യരാണ് പ്രവാചകന്മാരായത്, ദൈവത്തിൻ്റെ മിത്രങ്ങളായത്. അവരാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞത്. അങ്ങനെ അവർ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചു. അങ്ങനെ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു. ഈ പ്രവാചകന്മാർ, വിശുദ്ധർ, രക്തസാക്ഷികൾ, സഭയിൽ നിന്ന് നമുക്ക് മാതൃകയായി നിൽക്കുന്നവരൊക്കെ അങ്ങനെ കർത്താവിന് വചനം കേട്ടവരാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നില്ലേ? കർത്താവിൻ്റെ വചനം കേട്ടു, അത് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് അത് നടക്കുമെന്ന്, നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറിയം ഇന്ന് നമ്മുടെ മുമ്പിലൊരു മാതൃകയാണ്. അബ്രഹാം ദൈവം വിളിക്കുന്ന സമയത്ത് വിശ്വാസികളുടെ പിതാവെന്ന് വിശുദ്ധ ഗ്രന്ഥം സഭയുടെ പഠനങ്ങളെ സാക്ഷ്യപ്പെടുന്ന അബ്രഹാം ദൈവം വിളിച്ചു, വാക്ക് കേട്ടു, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു ആനന്ദമായിട്ട് മാറി. മുമ്പിൽ സഹനങ്ങളുണ്ടായി, ചോദ്യങ്ങളുണ്ടായി, പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ആനന്ദം എന്തായിരുന്നു? കർത്താവിൻ്റെ വാക്കാണല്ലോ ഞാൻ കേട്ടത്, അവൻ എല്ലാം നടത്തിക്കോളെന്ന് വിശ്വസിച്ചു. അതൊരു ആനന്ദമായി മാറിയപ്പോൾ സഹനങ്ങൾ ഉണ്ടായിട്ടും തോറ്റുകൊടുത്തില്ല അവരാരും. എല്ലാ വിശുദ്ധരും അങ്ങനെ ആയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ സങ്കീർത്തനം 119 വായിച്ച് നമ്മളോട് സങ്കീർത്തനം നൽകുന്ന ആഹ്വാനം ഇതാണ്: പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ജ്ഞാനത്തിനു വേണ്ടി. കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം, ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇതൊന്നും എനിക്ക് അറിയാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? എന്ത് തീരുമാനം എടുക്കണം? ഈശോ പറഞ്ഞു തരേണ്ടി ഇതിനൊരു വഴി ഉണ്ട്. വചനം വായിക്കുക. ആ വചനം വായിക്കുമ്പോൾ ജ്ഞാനം കിട്ടുന്നു. ജ്ഞാനം കിട്ടുന്നവർ സുഹൃത്തായിട്ട് മാറുന്നു. ആ സുഹൃത്തിനോട് ദൈവം തൻ്റെ ഹൃദയം തുറക്കുന്നു. ദൈവഹിതം നമുക്കറിയാൻ പറ്റുന്നു. 119 സങ്കീർത്തനത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം 74 വാക്യം ഇങ്ങനെയാണ്: അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു. എന്നെ കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നു. പൗലോസ്ലീഹ തീത്തോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ ശക്തിപ്പെടുത്തിയത്. എന്നുവെച്ചാൽ അവനൊന്നും മിണ്ടിയില്ലേലും അവൻ്റെ പ്രസൻസ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്നെ കണ്ടവർ സന്തോഷിച്ചു. അതായത് വചനം വായിച്ച, വചനം ധ്യാനിച്ച, വചനം വിശ്വസിച്ച് നടക്കുന്ന എൻ്റെ പ്രത്യാശ കണ്ടിട്ട് ആളുകൾ സന്തോഷിച്ചു. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്കിപ്പോൾ ഒരാൾക്കൊരു ബോധ്യം കിട്ടണം. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. ഇതിനകത്ത് ഒരാൾക്ക്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, ആ 4 പേരിൽ നിങ്ങൾ മാത്രമേ വചനം കേൾക്കുന്നുള്ളൂ. ആ വചനം കേൾക്കുമ്പോൾ, ഓരോ വചന ശുശ്രൂഷയിലും പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈശോ നൽകുന്നൊരു പ്രത്യാശ, ഒരു ആനന്ദം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ സകലതും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് പ്രത്യാശയില്ല, മക്കൾ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളൊരാൾ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും വചനം കേട്ട് വിശ്വസിച്ച് കർത്താവിൻ്റെ ആനന്ദത്തിൽ നിൽക്കുമ്പോൾ, ഈ തീച്ചൂള കത്തിയിരിക്കുന്ന സമയത്തും ആനന്ദത്തോടു ഇരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും ആനന്ദവും വരികയാണ്. നമ്മളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ്, നിനക്ക് എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? നമുക്ക് ഉത്തരം കൊടുക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ: ഞാൻ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിലാണ്. അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഈ വാഗ്ദാനം നൽകിയ കർത്താവ് കൂടെ കാണുമെന്ന് പറഞ്ഞ കർത്താവ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഈ അവസ്ഥയെ ഒക്കെ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നേ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട്, ആ ആനന്ദം കൊണ്ടൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമ്പോൾ നിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. വചനത്തിൽ ആശ്രയിച്ച, വചനത്തെ വിശ്വസിച്ച നിൻ്റെ സാന്നിധ്യം
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് ധ്യാനിക്കണം, വചനത്തെ മുറുകെ പിടിക്കണമെന്ന് ഈ സങ്കീർത്തകൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 78 വാക്യം, 77 വാക്യത്തിലും നിയമമാണ് ആനന്ദം എന്ന് പറയുന്നുണ്ട്. 78 വാക്യം, അധർമ്മികൾ ലജ്ജിതരായി തീരട്ടെ, വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറിച്ചെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ പറ്റി ധ്യാനിക്കും. ഇത് നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മുമ്പിൽ ഈ പ്രതിസന്ധികളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ചോദ്യങ്ങൾ തരുന്നവരുണ്ട്, ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അവരൊന്നും നോക്കി നിൽക്കുകയല്ല, ഞാൻ അങ്ങയുടെ വചനത്തെ ധ്യാനിക്കും. 79 വാക്യം, അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ, അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ. ഞാൻ ലജ്ജിതനാവാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. എന്ന് വെച്ചാൽ, കർത്താവെ, ഞാൻ തോറ്റുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, ലജ്ജിക്കപ്പെടുന്ന നാണം കെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും, ഞാൻ തോറ്റുപോകാതിരിക്കണമെങ്കിൽ ഞാൻ അങ്ങയുടെ വചനത്തെ, അങ്ങയുടെ ചട്ടങ്ങളെ, അങ്ങയുടെ നിയമങ്ങളെ മുറുകെ പിടിക്കണം. അതിനുള്ളൊരു കൃപ കൂടി എനിക്ക് തരണമേ എന്ന് ഒരു പ്രാർത്ഥന അവിടെ നടത്തുകയാണ്. ചോദ്യങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിതിലൊന്നും തോറ്റു കൊടുക്കാതിരിക്കാൻ, ഞാനിതിലൊന്നും ലജ്ജിക്കാതിരിക്കാൻ വചനത്തിൻ്റെ ശക്തി എനിക്ക് തരണം, അതിനെന്നെ സഹായിക്കണം. 92 വാക്യം, അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഇതാണ് ഒരു സിറ്റുവേഷൻ. യാഥാർത്ഥ്യമായ ചില സഹനങ്ങൾ വരുമ്പോൾ ഞാൻ തോറ്റുപോകുന്ന സാഹചര്യങ്ങളുണ്ട്, ലജ്ജിക്കപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഞാനങ്ങനെ തോക്കാതിരിക്കാൻ, ഞാനങ്ങനെ ലജ്ജിക്കാതിരിക്കാൻ അങ്ങയുടെ പ്രമാണമാണ് എൻ്റെ ആനന്ദം. അതങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ, എൻ്റെ ദുരിതത്തിൽ ഞാൻ ഇല്ലാണ്ടായി പോയേനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം നൽകുന്ന ഒരു ബോധ്യമാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കില്ല, അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെയാണ് അന്വേഷിച്ചത്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ഇതാണ്, കർത്താവേ, അങ്ങയുടെ നിയമം അത് വിട്ട് ഞാൻ പോവില്ല. അങ്ങയുടെ വിശുദ്ധ ഗ്രന്ഥം, അങ്ങയുടെ വാക്ക് കേട്ട് ഞാൻ പോവില്ല. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കും, ഞങ്ങളുടെ കൽപ്പന അനുസരിച്ചും അങ്ങയുടെ വചനം അനുസരിച്ച് അത് വിശ്വസിച്ച് ഞാൻ ജീവിക്കും. ഞാൻ ഈ വചനം പ്രഘോഷിക്കും, ഞാനിത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. വചനത്തിൻ്റെ ശക്തി അറിയുക, അത് കേൾക്കുക, വായിക്കുക, പ്രഘോഷിക്കുക, പ്രഖ്യാപിക്കുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോഴും വിശ്വസിക്കുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമായിട്ട് മാറുമ്പോഴും തളർന്നിരിക്കുന്ന ആളുകളെ നമുക്ക് ചൂടുപിടിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈശോ നമുക്ക് ഈ വചന കളരിയൊക്കെ ഒരുക്കി തരുന്നത്, വചനം പഠിക്കാനുള്ള അവസരങ്ങൾ തരുന്നത്, നമ്മുടെ കയ്യിലേക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ആനന്ദം തിരിച്ചറിഞ്ഞ് പ്രത്യാശ നഷ്ടപ്പെട്ട് പോയവരെ, ഇരുട്ടിലായി പോയവരെയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് നല്ല ശബ്ദം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇത് പറഞ്ഞ് അവതരിപ്പിക്കാൻ അറിയത്തുണ്ടാവില്ല, ഒരു മൈക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു സദസ്സ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ആനന്ദിക്കട്ടെ, അവർക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ. വചനം വിശ്വസിച്ച നിൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക. പൗലോസ്ലീഹയുടെ കൂടെ നടന്ന തീത്തോസിനെ കുറിച്ച് പൗലോസ്ലീഹ അതാണ് പറഞ്ഞത്, തീത്തോസിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീർന്നു. അങ്ങനെ പ്രത്യാശ അറ്റവരെ, മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നവരെ, സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവരെയൊക്കെ ആനന്ദിപ്പിക്കാൻ, പ്രത്യാശ നൽകാൻ, പ്രതീക്ഷ നൽകാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട്, നിയമം പാലിക്കുന്ന ഈശോയുടെ സ്നേഹം അറിയുന്ന, ഈശോയുടെ സൗഹൃദങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.